പുയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. നിങ്ങൾക്ക് സാമ്പത്തിക പൂർത്തി, പണമുണ്ടാക്കാൻ, പണത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ അറിയാം. നമുക്കിന്ന് ഏറ്റവും ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഏറ്റവും വലിയ സർവീസ് ദൈവം എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ്. പക്ഷെ അവിടെ നമുക്കൊരു ഓപ്പറേഷൻ വന്നു, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അതിനെ മറികടക്കണമെങ്കിൽ ബില്ല് പേ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവന് പോലും വിലയുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ പണത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിള് ഹോസ്പിറ്റലുകൾ തന്നെയാണ്. നമുക്ക് ജീവൻ രക്ഷിക്കണോ, പണം വേണം. അപ്പൊ പണം സമ്പാദിക്കുന്നത് തെറ്റല്ല, നമ്മൾ പെട്ടെന്ന് വിജയിക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടക്കാൻ വേണ്ടി, ഇപ്പോൾ പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയാനുള്ള കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു പൂജയുടെ ഭാഗമാവുകയോ പ്രോസസ്സിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ നിൽക്കണം. അത് ഇവിടെയല്ല, നിങ്ങൾ ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ, ഏത് ദൈവങ്ങളുടെ അടുത്ത് പോയിക്കോട്ടെ, ഏത് മതപരമായിട്ടുള്ള സ്ഥലത്ത് പോയിക്കോട്ടെ, എവിടെ പോയാലും അവിടെ സ്ഥിരത, അവിടെ നിൽക്കുക. എങ്ങനെ നമുക്ക് വിജയിക്കാം? അവിടെ വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? അത് റെഗുലറായി ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? അതിനോട് എക്സാമ്പിൾ എന്താ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു കിണർ കുത്തുമ്പോൾ എന്താ ചെയ്യുക? കിണറിന്റെ സ്ഥാനം നമ്മൾ കണ്ടെത്തും. ഇന്ന സ്ഥലത്താണ് നമുക്ക് വെള്ളം കിട്ടാന്ന്. അവിടെ കിണർ കുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ തൊട്ടി, അല്ലെ 5 തൊട്ടി, 10 തൊട്ടി, 11 തൊട്ടി, ഇത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തില്ല. വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിർത്തില്ല. നമ്മൾ എന്താ ചെയ്യുക? വെള്ളം കിട്ടുന്നത് വരെ കുഴിക്കും. ഇത് തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള വിജയം. ബിസിനസ് ആവട്ടെ, നിങ്ങളുടെ കരിയർ ആവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടുന്നത് വരെ അതിന് ശ്രമിക്കുകയും അതിന് വേണ്ട ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള സ്പിരിച്വലി നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓറ പവർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോവാം, ഏത് ദൈവത്തിന് വേണമെങ്കിൽ വിളിക്കാം, ഏത് സ്ഥലത്തും വേണമെങ്കിൽ പോവാം. എവിടെ പോയാലും ഇത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. നമുക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും നിരാശയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 10 പ്രാവശ്യം ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കിണറ്റിൽ വെള്ളം കിട്ടുന്നത് വരെ നമ്മൾ കുഴിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കരിങ്കല്ലെടുത്തു, ആ കരിങ്കല്ലിനെ നമ്മൾ കൂടം കൊണ്ടടിക്കുന്നു. കൂടം കൊണ്ടടിച്ചാൽ ആ കരിങ്കല്ല് പൊട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ എത്രാമത്തെ അടിയിലാണ് പൊട്ടാന്ന് നമുക്കറിയില്ല. അപ്പോൾ എത്രാമത്തെ അടിയിലാണ് പൊട്ടാന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പൊട്ടുന്നത് വരെ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ദൈവത്തെയോ ബാക്കിയുള്ള കാര്യങ്ങളെയോ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അങ്ങനെ എല്ലാവർക്കും വിജയിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ, അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ, ധൈര്യമുണ്ടാവട്ടെ, ക്ഷമയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.